വാത്മീകി രാമായണം, കമ്പരാമായണം, കണ്ണശരാമായണം, എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണം, സുന്ദരകാന്ഡം, രാമായണ സ്തുതികൾ തുടങ്ങിയ രാമായണ കഥകളാണ് കർക്കിടക മാസത്തെ ഭക്തി നിർഭരമാക്കുന്നത്. ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഏറെയും പുസ്തക വിപണി സജീവമായിരിക്കുന്നത്. ഉപനിഷത്തുകൾ, ഐതിഹ്യമാല, പുരാണങ്ങൾ, സ്തോത്രങ്ങൾ, ഭഗവത്ഗീത തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങളും ഇതിനോടൊപ്പം വിപണിയിലുണ്ട്. രാമായണ പലക, ആവണപ്പലക എന്നിവയ്ക്ക് പുറമെ നിരവധി പൂജാ സാധനങ്ങളുടെ വിൽപ്പനയും നടക്കുന്നു. തളി ക്ഷേത്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ പൂജാ സ്റ്റോറുകളിൽ ഇവയെല്ലാം ലഭ്യമാണ്. ലളിതമായ മലയാള ഭാഷയിൽ രചിക്കപ്പെട്ട എഴുത്തച്ഛന്റെ ആധ്യാത്മ രാമായണമാണ് വായനക്കാരെ ഏറെ ആകർഷിക്കുന്നത്. രാമായണം എന്ന് പറഞ്ഞാൽ 5-6 വീതം രാമായണങ്ങളുണ്ട്. പിന്നെ 9 പബ്ലിക്കേഷൻസിന്റെ രാമായണം ഇവിടെ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് 450, 560 മുതൽ 480, 180 റുപ്യ വരെയുള്ള രാമായണം ഇവിടെ വിൽക്കുന്നുണ്ട്. പിന്നെ മഹാഭാരതം, ഭാഗവതം, പിന്നെ സൗന്ദര്യലഹരി, പിന്നെ ദേവി മഹാത്മ്യം, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഐതിഹ്യമാലകൾ, ഭഗവത്ഗീത, പഞ്ചാംഗം, അങ്ങനെ പല ഈ ഭക്തിയോടനുസരിച്ചുള്ള വിൽക്കുന്നുണ്ട്. തിരക്കേറിയ നഗരജീവിതത്തിനിടയിലും കർക്കിടക മാസത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ വ്രതശുദ്ധിയോടെ നിലനിർത്തുന്നു. ഇനിയുള്ള സന്ധ്യകൾ രാമായണശീലുകളാൽ ഭക്തി നിർഭരമാക്കാൻ തയ്യാറെടുക്കുകയാണ് വിശ്വാസികൾ. ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.